ഡയസ്പോറ. അപ്പോൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വേരിയസ് പോളിസീസ്. ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, അതായത് വിദേശങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പോളിസീസ്, അവരുടെ പ്രൊട്ടക്ഷൻ, അതുപോലെ അവരുടെ വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ പോളിസീസും ഇനീഷ്യേറ്റീവ്സും, അതേപോലെ ഗ്ലോബൽ സെനാരിയോയിലുള്ള പിന്നെ ഇന്ത്യയുടെ റോള്, കൂടാതെ ലാസ്റ്റ് ഈ മൊഡ്യൂളില്, തേർഡ് മൊഡ്യൂൾ ലാസ്റ്റ് പറഞ്ഞാല് നമുക്ക് പിന്നെ എക്കണോമിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, എങ്ങനെയൊക്കെയാണ് എക്കണോമിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളില് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് പോളിസീസ്, അതായത് പോളിസീസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ് ബൈ ദ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ്, പോളിസീസ്, അത് നമുക്ക് മനസ്സിലാക്കും. പിന്നെ ലാർജസ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോയിട്ട് ഒരുപാട് ഏരിയകൾ, വിദേശത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ പറഞ്ഞു 17.5 മില്യൺ പീപ്പിൾ ആണ് ഇപ്പോ നൗ ലിവിങ് ഇൻ എബ്രോഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ എമിഗ്രന്റ് വർക്കേഴ്സ് എന്നാൽ എന്താ, പല പോളിസീസിന്റെ ഭാഗമായിട്ട്, ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റഡ് ആണ്. ഗവൺമെന്റിന്റെ പോളിസീസിന്റെ ഭാഗമായിട്ടല്ല, ഒരു പാർട്ടിസിപ്പേറ്റഡ് ആണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ തന്നെ എന്താ, പോളിസീസ്, അതായത് ആ പോളിസീസിന്റെ പിന്നെ ഏതൊക്കെ ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള പോളിസീസ് ഒക്കെ അവൈലബിൾ ആവുന്നത്, അതേപോലെ എന്തൊക്കെയാണ് ഈ പോളിസീസുമായി ബന്ധപ്പെട്ടുള്ള, ആരൊക്കെയാണ് വിദേശത്ത് താമസിക്കുന്നവർ, അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് മൈഗ്രൻസിന്, അതായത് പിന്നെ ഇന്ത്യൻ ഡയസ്പോറയിലുള്ള മൈഗ്രൻസിന് നമ്മൾ പറയുന്ന പേരുകൾ എങ്ങനെയൊക്കെയാണ് അവരെ മെൻഷൻ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇതില് മെൻഷൻ ചെയ്തിരിക്കുന്നത് NRI എന്ന രീതിയിലാണ്, അതായത് നോൺ റെസിഡന്റ് ഇന്ത്യൻസും, അതേപോലെ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, നോൺ റെസിഡന്റ് ഇന്ത്യൻസും പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇതിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ രണ്ട് ഇവരിൽ ഉള്ള കോമൺ ടേം എന്താണ്, എങ്ങനെയാണ് പിന്നെ നമ്മൾ NRI എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പിന്നെ അവരെ ക്ലാസിഫൈ ചെയ്യുന്നുള്ള കാര്യം. അതായത് ടാക്സ് കാറ്റഗറി, അതായത് ടാക്സ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ട് രണ്ടായ രീതിയിൽ മാറ്റിയിട്ടുള്ളത്. ടാക്സ് കാൽക്കുലേഷന് വേണ്ടി, അതായത് റെസിഡന്റും നോൺ റെസിഡന്റും എത്ര കാലത്തോളം ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ ടാക്സ് കാൽക്കുലേഷൻ നടക്കില്ല, ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും, അതേപോലെ വേരിയസ് സോഴ്സസിലുള്ള ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു NRIസിനെയൊക്കെ ടാക്സ് കാറ്റഗറീന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് പറയുന്നത് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതായത് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ഈ ടാക്സ് കാറ്റഗറീന്റെ ബേസിൽ വന്ന ക്ലാസിഫിക്കേഷൻ അല്ല, നേരെ മറിച്ച് എന്താണ്, ടാക്സ് കാറ്റഗറീന്റെ ഇതല്ലാത്ത രീതിയിൽ NRI എന്നുള്ളത് പറഞ്ഞാല് ഇന്ത്യൻ സിറ്റിസൺ ലിവിങ് ഇൻ ഇന്ത്യ ലെസ് ദാൻ 182 ഡേയ്സ് ഈച്ച് ഇയർ, ഓരോ വർഷത്തിലും 182 ദിവസങ്ങളിൽ കുറവായിട്ട്, എന്താണ് 188 ദിവസം അതിൽ കുറവുള്ള രീതിയിൽ, അത്തരത്തിൽ നമുക്ക് പറയാം എങ്ങനെ NRIസിനെ. അതേപോലെ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഇന്ത്യൻ സിറ്റിസൺസ്, അതായത് അവർക്ക് വ്യത്യസ്തമായുള്ള സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ള ആൾക്കാരെയാണ്, അതായത് ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ട്, കൂടാതെ വ്യത്യസ്തമായിട്ടുള്ള സിറ്റിസൺഷിപ്പ് കിട്ടിയവരെ നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത്. ഹലോ മാം. ഹലോ പറഞ്ഞോളൂ, ക്ലിയർ ആവുന്നില്ലേ? ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് പിന്നെ
ഈ NRIയും അതേപോലെ PIOSും, അതായത് പിന്നെ ഇന്ത്യൻ ഡയസ്പോറയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ NRIനെയും PIOSനെയും നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രവാസി ഭാരതീയ എന്നുള്ള ടേമിലാണ് ഇവരെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ NRIസും ഉണ്ട്, PIOS. അപ്പൊ നമ്മൾ ടാക്സ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, NRI എന്നുള്ള ടേം, അതായത് ഓരോരോ വർഷത്തിലും 182 ഡേയ്സോ അതിൽ കുറവായിട്ടോ താമസിക്കുന്നവരെ നമ്മൾ NRI എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നത്. PIO എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ എബ്രോഡ്, അതായത് എബ്രോഡിൽ നിന്നും ഒരുപാട് സിറ്റിസൺഷിപ്പ്, മറ്റുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്തുള്ള ഇന്ത്യൻ പേഴ്സൺസിനെ, അവരെ നമ്മൾ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പിന്നെ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം പ്രകാരം പിന്നെ ഈ ഒരു ഓവർസീസ് ഇന്ത്യൻസിനെ നമുക്ക് 3 ബ്രോഡ് കാറ്റഗറീസ് ആക്കിയിട്ട് പറയാം. അതിൽ ഒന്നാമത്തത് NRI ടെമ്പററി വർക്കേഴ്സ്, അതായത് അവരെന്താണ് മോസ്റ്റ്ലി ഇൻ ദ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ GCC. ദെൻ അടുത്തത് NRI ആൻഡ് PIOS ഇൻ ദി US, കാനഡ ആൻഡ് ഓസ്ട്രേലിയ ആൻഡ് യൂറോപ്പ്. Then PIOS പറഞ്ഞാൽ കൺട്രീസ് ഫോർ ലാർജ് സ്കെയിൽ എമിഗ്രേഷൻ ടുക്ക് പ്ലേസ്, അതായത് പിന്നെ 150 years എഗോ ലാർജ് സ്കെയിൽ എമിഗ്രേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് എമിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, മൗറീഷ്യസ്, സൗത്ത് ആഫ്രിക്ക, ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഓൾഡ് ഡയസ്പോറയിൽ പെടുത്തിയിട്ടുണ്ട്. അതായത് പിന്നെ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരും അവരുടേതായിട്ടുള്ള എന്താണ് പിന്നെ അവരുടെ മറ്റേ ആൻസസ്റ്റേഴ്സ്, അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ PIOSൽ 3 രീതിയിലാണ് ഓവർസീസ് ഇന്ത്യൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന്. അതിൽ ഒന്ന് പിന്നെ NRI ടെമ്പററി വർക്കേഴ്സ്, അതുപോലെ NRI ആൻഡ് PIOS, ദെൻ PIOS. ദെൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡയസ്പോറയിൽ 3 എലമെന്റ്സുകളുണ്ട്. അതായത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട 3 എലമെന്റ്സുകൾ എന്ന് പറഞ്ഞാല് കൊളോണിയൽ റൂളിന്റെ സമയത്ത്, അതായത് പിന്നെ കൊളോണിയൽ റൂളിന്റെ സമയത്ത് കുറച്ച് പേര് എന്ത് ചെയ്തു, കരീബിയൻ, ആഫ്രിക്കൻ, അതേപോലെ ഫിജി പോലത്തുള്ള റീജിയൻസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവര് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്താണ് സോഷ്യൽ ഡിഫിക്കൽട്ടീസും, അതേപോലെ അവരെന്താണ് ഒരു പിന്നെ ഒരു എന്താണ് സെപ്പറേഷൻ, അതായത് ആ ഒരു പിന്നെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് അവർ ഒരുപാട് ഇഷ്യൂസ് സഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ഇഷ്യൂസ് സഫർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് ആ പോപ്പുലേഷൻ, അതായത് ഒരു ഇൻഡിജിനിയസ് പോപ്പുലേഷൻ ഫോം ചെയ്യുകയും അതുകൊണ്ട് എന്താണ് ഇതിൽ നിന്ന് ഇതിന്റെ ഭാഗം ഈ ഒരു പിന്നെ കരീബിയൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ റീജിയനിൽ ചെന്നിട്ട് പിന്നെ തിരിച്ച് എന്താണ് ഇന്ത്യയിലേക്ക് വരാതെ ആ ഒരു കൊളോണിയൽ റൂളിന്റെ ഭാഗമായിട്ട് മാറ്റപ്പെട്ടവരും. രണ്ടാമത്തത് ഹൈലി സ്കിൽഡ് മൈഗ്രൻസ്, അതായത് ഇൻഡസ്ട്രിയലൈസ്ഡ് വെസ്റ്റേൺ കൺട്രീസിൽ താമസിക്കുന്ന സ്കിൽഡ് വർക്കേഴ്സും. അതിലെന്താണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത് എന്താണ് ഫ്രീ എഡ്യൂക്കേഷനും, കൂടാതെ അവര് പിന്നെ എന്താണ് പിന്നെ ഒരു നേഷന്റെ പിന്നെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ലാതെ അവരെന്താണ് സ്വന്തം ബെനിഫിറ്റ് ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇന്ത്യ വിട്ട് പോകുന്നവരുണ്ട്. പിന്നെ പറയുന്നത് തേർഡ് പറഞ്ഞാൽ ലേബേഴ്സ് അവരെന്താണ് ഗൾഫ് കൺട്രീസിലേക്ക് പോകുന്നത്. ഗൾഫ് കൺട്രീസിലേക്ക് എന്ത് ചെയ്യുന്ന ടെമ്പററി വർക്കിനൊക്കെ പോകുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, പിന്നെ നമ്മൾ ഈ 3ാമത്തെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ഇന്ത്യൻ ഡയസ്പോറേന്റെ ക്ലാസിഫിക്കേഷനിൽ 3 കാറ്റഗറി ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇന്ത്യൻ ഡയസ്പോറയുമായി ബന്ധപ്പെട്ടിട്ട് 3 തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആണ് ഇന്ത്യസ് ഡയസ്പോറ ഇൻഫ്രാസ്ട്രക്ചറിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് പിന്നെ മിനിസ്ട്രി ഓഫ് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസും. ഈ 3 സ്ഥാപനങ്ങൾ എന്താണ് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചറും, അതായത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓവർസീസിലുള്ള ഇന്ത്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഫോം ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഫസ്റ്റ് ഇതിൽ നോക്കാനുള്ളത്
മിനിസ്ട്രി ഓഫ് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ് MOIA. ഈ MOIA എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ളത് 2004 അതിന്റെ ഭാഗമായിട്ട് എന്താണ് സ്പെഷ്യൽ മിനിസ്ട്രി, പിന്നെ സ്പെഷ്യൽ മിനിസ്ട്രി ഓഫ് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ്. അതെന്താണ്? ഇതിന് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട്. കൂടാതെ അവർ പിന്നെ വ്യത്യസ്തരായിട്ടുള്ള ഓവർസീസ് ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ MOIA ഫോം ചെയ്തിട്ടുള്ളത്. കൂടാതെ ഗാംലൻ എന്നുള്ള സോഷ്യോളജിസ്റ്റ് പറയുന്നത് പിന്നെ ഈ ഒരു പിന്നെ MOIA ബന്ധപ്പെട്ട് കുറച്ച് ഡയസ്പോറകളെ ഗവൺമെന്റ് ഓഫീസുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എന്താണ് മറ്റുള്ള രീതിയിൽ പിന്നീടാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഈ രാജ്യങ്ങളൊക്കെ കണക്ട് ചെയ്യപ്പെട്ട MOIA. കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഇന്ത്യൻ ഡയസ്പോറയിൽ നിന്ന് ഈ ഒരു ഇന്ത്യൻ ഡയസ്പോറയുമായിട്ട് ഈ ഒരു സ്ഥാപനമായിട്ട് ഇന്ത്യൻ ഡയസ്പോറകള് കോണ്ടാക്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുള്ളൂ. പിന്നീട് എന്താണ് ലാസ്റ്റ് ഡീക്കേഡ് ആയപ്പോൾ ഈ ഒരു മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഈ ഒരു MOIA എന്ത് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്ഥാപിച്ചു. അടുത്തത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞാല് MEA പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ MOIA 2015 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മർജ് ചെയ്യുന്നുണ്ട്. MOIA എന്തുമായിട്ട് MEA മർജ് ചെയ്യുന്നുണ്ട്. അപ്പോ NRIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടാതെ ഒരുപാട് ഇന്ത്യൻ ഡയസ്പോറകളുടെ ഇഷ്യൂസ് ഒക്കെ മിനിസ്ട്രിയൽ ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് MEA MOIA എമർജ് ചെയ്യപ്പെട്ടില്ല. അപ്പൊ ഇപ്പൊ MOIA നിലവിലില്ല. അത് എന്തുമായിട്ട് MEA അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊളാബറേറ്റ് മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരു 2004 പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ്, അതായത് മിനിസ്ട്രി ഓഫ് ലേബർ എന്നുള്ള രീതിയിൽ ഈ ഒരു ഇന്ത്യൻ ഡയസ്പോറയിൽ വർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, MEA മാറിയിട്ടുണ്ട്. അതിൽ നമുക്കറിയാം MOIA ഒക്കെ മെർജ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ ഫങ്ഷൻസ് ഒരുപാട് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൂടി വന്നിട്ടുണ്ട്. കൂടാതെ അതായത് MEA ഓവർസീസ് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് 2 സെഗ്മെന്റുകളായിട്ടാണ്. ഇന്ത്യാസിന്റെ ഡയസ്പോറ 2 സെഗ്മെന്റുകളായിട്ടാണ് MEA ഇതിനെ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് എംബസീസ് ആയിട്ടും ഒന്ന് കോൺസുലേറ്റ്സ് ആയിട്ടും. അത് ഏകദേശം 160 കൺട്രീസിൽ ഈ എംബസീസും കോൺസുലേറ്റ്സും വർക്ക് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്, ഇന്ത്യൻ എംബസീസും കോൺസുലേറ്റ്സും. കൂടാതെ അഡീഷണൽ ആയിട്ട് ഹോണററി കൗൺസിൽസും, അതേപോലെ ഈ ഒരു ഹോണററി കൗൺസിൽസ് ഏകദേശം 36 കൺട്രീസില് ഇന്ത്യൻ ഓവർസീസ് പോപ്പുലേഷന്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് MEA എന്നൊരു ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഒരു സെമി ഇൻഡിപെൻഡന്റ് ബോഡിയാണെന്നാ പറയുന്നത്. അതായത് അവർക്ക് എന്താണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷനും കൂടിയുള്ള ഒരു മിനിസ്ട്രീന്റെ അണ്ടറിൽ വരുന്ന സ്ഥാപനമാണ് എന്ത് പറയുന്നത്, MEA എന്ന് പറയുന്നത്. അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. കൂടാതെ എസ്പെഷ്യലി നമ്മൾ ഇന്ത്യ സെന്റർ ഫോർ മൈഗ്രേഷൻ ICM-ഉം അതേപോലെ ICCR-ഉം, അതായത് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസും ഈ ഒരു MEA-യുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഓവർസീസിലുള്ള അവരുടെ ഇഷ്യൂസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പറയാം ഈ ICM എന്ന് പറഞ്ഞാല് അതായത് നമുക്കറിയാം ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ. ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ എന്താണ്, ഗവൺമെന്റിന്റെ
പോളിസിക്ക് ഗവൺമെന്റിന്റെ കൺട്രോളിലൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കൂടാതെ ഒരുപാട് പിന്നെ വർക്കേഴ്സ് ഓവർസീസിൽ വർക്ക് ചെയ്യുന്ന പിന്നെ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അവരുടെ പിന്നെ പോളിസി അതേപോലെ അവരുടെ എംപ്ലോയ്മെന്റിന്റെ ആവശ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ICM എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി പിന്നെ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതായത് ഇന്ത്യൻ വർക്കേഴ്സിന്റെ റിസോഴ്സ് സെന്റർ ആണ്. കൂടാതെ അത് UAE-യിലുണ്ട്, സൗദി അറേബ്യ, മലേഷ്യയിലുണ്ട്. ഇന്ത്യൻ IWRC ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്റർ. അപ്പൊ MEA റൺസ് ചെയ്യുന്ന മറ്റൊരു പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള റെപ്രസെന്റേഷൻ കൂടിയാണ് എന്ത് പറയുന്നത്, ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്റേഴ്സ്. ദെൻ അവര് പിന്നെ ഈ ഇന്ത്യൻ വർക്കേഴ്സ് പിന്നെ റിസോഴ്സ് IWRC ഇതൊരു എന്താണ് 24 ഡേയ്സും 7 വീക്കും വർക്ക് ചെയ്യുന്നത്. അതായത് മൈഗ്രൻസിന് വേണ്ടിയിട്ട് അവരൊരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ആണ് എന്ന് പറയുന്നത്. അതിൽ പിന്നെ 11 ഇന്ത്യൻ ലാംഗ്വേജസിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തും. ഈ സെന്റേഴ്സ് പറഞ്ഞാല് 5 ഡൊമസ്റ്റിക് മൈഗ്രന്റ് റിസോഴ്സ് സെന്റേഴ്സുമായിട്ട്, അതായത് കൊച്ചി, ഹൈദരാബാദ്, ഗർഗോൺ, അതേപോലെ തന്നെ ലക്നൗ, അതേപോലെ ചെന്നൈയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ട 5 ഡൊമസ്റ്റിക് മൈഗ്രന്റ് റിസോഴ്സസ് സെന്റേഴ്സ് ആണ്. ഇനി ഇന്ത്യൻ കാർഡ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്, അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇന്ത്യന്റെ കൾച്ചറൽ റിലേഷൻസിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ICCR. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്. ദെൻ ഇന്ത്യയില് പിന്നെ അതായത് കേരള, പഞ്ചാബ്, ഗുജറാത്ത് അവരുടെ പിന്നെ ഒരു എന്താണ് പോപ്പുലേഷന്റെ അവരുടെ ഒരു പോപ്പുലേഷന്റെ പിന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷന്റെ പിന്നെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ്. അതായത് കേരളത്തിൽ നിന്നും പഞ്ചാബിൽ നിന്ന് അവർ ആക്റ്റീവ് പോളിസീസ് ആണ് ഈ ഒരു കൾച്ചറൽ ആയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കറിയാം ICCR പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പിന്നെ എന്താണ് കൾച്ചറൽ ആയിട്ടുള്ള പ്രൊമോഷൻസും മറ്റും നടക്കുന്നുണ്ട്. പിന്നെ അടുത്തത് പറയാനുള്ളത് പിന്നെ കേരള, അതേപോലെ പഞ്ചാബ്, ഗുജറാത്ത് ഇവരുടെ ഒരു പോപ്പുലേഷന്റെ ഇവരുടെ പോപ്പുലേഷൻ മേജർ പോപ്പുലേഷൻ എബ്രോഡ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവരുടേതായിട്ടുള്ള ഓരോരോ ഗവൺമെന്റ്, അതായത് ഈ കേരള, പഞ്ചാബ്, ഗുജറാത്ത് എന്നുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാരുടെ പ്രൊട്ടക്ഷൻ കൾച്ചറലായിട്ടും എംപ്ലോയ്മെന്റ് ആയിട്ട് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഓരോരോ സെപ്പറേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷനുകൾ, അതായത് നോൺ റെസിഡന്റ് ഗുജറാത്തീസ് എന്നുള്ള പേരിൽ ഫോം ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഗവൺമെന്റ്, ഗുജറാത്ത് ഗവൺമെന്റ്. അത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് നോൺ റെസിഡന്റ് ഗുജറാത്തീസ്, അതായത് ഗുജറാത്തിലുള്ള ഗുജറാത്ത് സ്റ്റേറ്റിൽ നോൺ റെസിഡന്റ് ഗുജറാത്തീസിന് വേണ്ടിയിട്ടാണ്. അതായത് കൾച്ചറൽ ആയിട്ടും സോഷ്യൽ ആയിട്ടും ലിംഗ്വിസ്റ്റിക് ആയിട്ടും എന്താണ് ആ ഒരു ഗ്ലോബൽ ഗുജറാത്തി ഫാമിലി കൊണ്ടുവരിക. അതായത് വ്യത്യസ്ത ആയിട്ടുള്ള ഡയസ്പോറകൾ, ഇന്ത്യൻ ഡയസ്പോറ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഗുജറാത്തീസിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് എന്ത് പറയുന്നത് ഈ നോൺ റെസിഡന്റ് ഗുജറാത്തീസ്. ഗുജറാത്ത് ഗവൺമെന്റ് അത് സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അതായത് ഗ്ലോബൽ ഗുജറാത്തി ഒരു എന്താണ് ഇന്റഗ്രേഷന് വേണ്ടിയിട്ട്. അടുത്തത് ഈ നോൺ റെസിഡന്റ് ഗുജറാത്തി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്പ്ലോർ ദ പോസിബിലിറ്റി, അതായത് NRIസിന് വേണ്ടിയിട്ട്. NRIസ് പറഞ്ഞാല് നമുക്കറിയാം നോൺ റെസിഡന്റ് ഇന്ത്യ, അതേപോലെ NRG ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണ് എന്തിനു വേണ്ടിയിട്ട് പിന്നെ ആ പഞ്ചാബ് ഗവൺമെന്റ് വേണ്ടിയിട്ട് ചെയ്തത്. അവരുടെ അസിസ്റ്റൻസ്, അവരുടെ സഹായത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു NRG പിന്നെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് നോർക്കയാണ്. നോർക്ക പറഞ്ഞാൽ കേരളത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു പിന്നെ ഓവർസീസിലുള്ള ഇന്ത്യൻസിനെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും സോഷ്യലായിട്ടും കൾച്ചറലായിട്ടും ലിംഗ്വിസ്റ്റിക് ആയിട്ടും അവരുടെ ഒരു പിന്നെ അസോസിയേഷൻ ആണ് നോർക്ക എന്ന് പറയുന്നത്. കേരളത്തിലുള്ള ഒരു അസോസിയേഷൻ നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫയേഴ്സ്, നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫയേഴ്സ് നോർക്ക എസ്റ്റാബ്ലിഷ് ചെയ്ത ഏകദേശം ഒരു 96 and 2002 ഇടയിലുള്ള ഒരു ഡ്യൂറേഷൻ. അതായത് അത് നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരാൻ എടുത്ത സമയമാണ് ആ ഒരു ടൈമിന്റെ ഒരു റേഞ്ച് കാണിച്ചത് കേട്ടോ. അതായത് 1996 തൊട്ടിട്ട്, അതായത് 96 എസ്റ്റാബ്ലിഷ് ചെയ്യും. പിന്നെ 2000 ഒരു ഏജൻസി
പോലെ എന്തായത് ഏജൻസി പോലെ വർക്ക് ചെയ്തതാണ് എന്ന് പറയുന്നത് നോർക്ക എന്ന് പറയുന്നത്, നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫയേഴ്സ്. അതായത് കേരളത്തിൽ നിന്നും വിദേശത്ത് പോയി താമസിക്കുന്നവരെ പ്രൊട്ടക്ഷനും അവരുടെ പ്രൊമോഷനും അവരുടെ പിന്നെ ഫെസിലിറ്റീസിനും അവർക്ക് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ നോർക്ക ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ നോർക്കയുടെ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് കേരളൈറ്റ്സ് ഇഷ്യൂസ് സഫർ ചെയ്ത് വിദേശത്ത് സഫർ ചെയ്തതിന്റെ ഭാഗമായിട്ടൊക്കെ മിനിസ്ട്രിക്ക് ഇടപെടാനൊക്കെ സാധിച്ചു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അടുത്തത് NRI സഭ പഞ്ചാബ്. നമ്മൾ പറഞ്ഞ 3 സ്റ്റേറ്റുകളാണ്. ഒന്ന് കേരള, പഞ്ചാബ്, ഗുജറാത്ത്. അതില് പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് പഞ്ചാബാണ്. പഞ്ചാബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചാബ് ഫോം ചെയ്തതാണ് NRI സഭ എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഒരു NRI സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1996 തന്നെയാണ്. പിന്നെ NRI പിന്നെ ഇതിന്റെ ചെയർഡ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ് NRI അഫയേഴ്സിന്റെ ഭാഗമായുള്ള ഗവൺമെന്റിൽ നിന്നൊരു കമ്മീഷണറാണ്. കൂടാതെ ഈ ഒരു ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ് ആണ് ഇതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. കൂടാതെ ഇതിനൊരു ഇലക്ടറൽ പ്രസിഡന്റ് ഉണ്ടായിരിക്കും. അത് ഫോർമർ NRI ആയിരിക്കും. പിന്നെ ഇതിൽ ഫോറിൻ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതായത് വിദേശത്തുള്ള ഇന്ത്യക്കാരെ ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ കൂടാതെ പഞ്ചാബ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട് 2007 NRI അഫയേഴ്സ് പറഞ്ഞൊരു പിന്നെ ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടി തുടങ്ങി, പഞ്ചാബിന് വേണ്ടിയിട്ട് NRI സെന്റേഴ്സ്, സെൽസ് ഒക്കെ. അതായത് അവരുടെ ഒന്നും കൂടി ഓവർസീസ് ഇന്ത്യൻസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ പഞ്ചാബ് ഗവൺമെന്റും അതേപോലെ കേരള ഗവൺമെന്റും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഗുജറാത്ത് ഗവൺമെന്റും ഒക്കെ അവരുടെ ഓവർസീസ് പോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഡയസ്പോറ പോളിസീസ്. അതായത് ഡയസ്പോറ പോളിസീസ് പറഞ്ഞാൽ ഒരുപാട് ഏകദേശം ഇന്ത്യൻ ഡയസ്പോറ പിന്നെ പോളിസീസും പ്രോഗ്രാംസും ഒരുപാട് കാലമായിട്ട് ഒരു 20 ഇയേഴ്സിനും മുകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയസ്പോറ പോളിസീസ് ഒക്കെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേഷനും റെപ്രസെന്റേഷനും നടന്നിട്ടുണ്ട്. അതായത് ഇത് പാർട്ടിസിപ്പേഷൻ നടന്നത് പറഞ്ഞാല് പ്രവാസി ഭാരതീയ ദിവസ്. അത് നമുക്ക് പിന്നെ മൈഗ്രന്റ് ലേബേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇൻ 2003 ഇന്ത്യൻ ഗവൺമെന്റ് ഒരു എന്താണ് ഡയസ്പോറ കോൺഫറൻസ് എന്ന രീതിയിൽ പ്രവാസി ഭാരതീയ ദിവസ്. അപ്പൊ നമുക്കറിയാം NRIs അവരുടെ പ്രൊട്ടക്ഷൻ, അതേപോലെ മൈഗ്രന്റ് ലേബേഴ്സ് NRI സഭ പഞ്ചാബിൽ സെറ്റപ്പ് ചെയ്ത പോലെ ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്, ഈ ഒരു ഡയസ്പോറ പോളിസീസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. കൂടാതെ പിന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് NRIക്ക് വേണ്ടിയിട്ട് പിന്നെ 2010 അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്, ഭേദഗതി വരുത്തിയിട്ട് വോട്ടർ റോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. NRI വോട്ടേഴ്സിന് എന്താണ് പിന്നെ ഇന്ത്യൻ ഇലക്ഷനിൽ കാസ്റ്റ് ചെയ്യുക അവരുടെ വോട്ട്. പിന്നെ എന്താ ഇതിന്റെ ഭാഗമായിട്ട് അവർക്കും എന്ത് ചെയ്യാ, പിന്നെ വിദേശത്ത് റിമോട്ട് ഏരിയയിലുള്ളവർക്ക് അവരുടെ റെപ്രസെന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം, വോട്ടിംഗ് റൈറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിന്റെ റെപ്രസെന്റേഷൻ നടത്തുകയും ചെയ്യാം. പിന്നെ അടുത്തതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2017 ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അമെന്റ്മെന്റ് ബിൽ 2007. NRIക്ക് എന്ത് ചെയ്യാ, പ്രോക്സി വോട്ടിംഗ് നടത്താം. അതായത് ഒരു പിന്നെ മറ്റൊരു നമുക്ക് നേരിട്ട് വരാൻ പറ്റുന്ന റെപ്രസെന്റേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യാ, പ്രോക്സി വോട്ടിംഗ് ചെയ്യുകയും. കൂടാതെ ഈ ഒരു ബില്ല് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫസ്റ്റ് പിന്നെ ലാപ്സ് ആവുകയും പിന്നീട് 16ാമത്തെ ലോകസഭയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പിന്നെ ഒരു പ്രശ്നമായിട്ട് ഒരു ഇഷ്യൂ ആയിട്ട് ഒരു എന്താ ഒരു അത് ഡിസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിവാക്കാം, അത് പിന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ആ ബില്ല് എന്താണ് റീഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടാത്ത രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോവുകയാണ്. അടുത്തത് പറഞ്ഞാല് എക്കണോമിക് പോളിസീസ് ആണ്. എക്കണോമിക് പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് NRI നമുക്കറിയാം എക്കണോമിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. ഏകദേശം ഒരുപാട് പിന്നെ NRIക്ക് വേണ്ടിയിട്ട് ഒരുപാട് എക്കണോമിക് പോളിസീസും ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നത് പിന്നെ ഇന്ത്യക്ക് ഒരുപാട് സ്പെഷ്യൽ സേവിങ്സ്, അതായത് ഇന്ത്യ ഒരുപാട് സ്പെഷ്യൽ സേവിങ്സ്
പോളിസീസ് NRIസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ NRIസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അതെന്താണ് ഒരു വലിയ രീതിയിൽ എന്നുള്ള ഹയർ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ്സും കൂടാതെ അവർക്ക് ടാക്സ് എക്സംഷനും കിട്ടുന്നത് ഈ ഒരു ബെനിഫിറ്റ് ആയിട്ട് എക്കണോമിക് പോളിസീസിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് എത്ര പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്താലും അവരുടെ പിന്നെ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റിനും കൂടാതെ ടാക്സ് എക്സെപ്ഷൻസും കിട്ടുന്നുണ്ട്. അപ്പൊ NRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ എക്കണോമിയിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു വിഭാഗമാണ് NRIസിന്റെ ഇൻകം എന്ന് പറയുന്നത്. അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ പോളിസീസ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ പോളിസീസിൽ പറയുന്നത് ദ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കൾച്ചർ എബ്രോഡ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ പിന്നെ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു കൾച്ചറൽ അസിസ്റ്റൻസ് NRIസിന് കൊടുക്കുന്നുണ്ട്. കൂടാതെ ICCR 30 കൾച്ചറൽ സെന്റേഴ്സ് അറൌണ്ട് ദ വേൾഡ്, അതായത് ലോകത്ത് ഒരുപാട് ഏകദേശം 30ഓളം കൾച്ചർ സെന്റേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ICCR ഇന്ത്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും. പിന്നെ കൂടാതെ ഇന്ത്യൻ ഡാൻസ്, മ്യൂസിക്, യോഗ, ലാംഗ്വേജ്, അതേപോലെ ഫെസ്റ്റിവൽസ് അറേഞ്ച് ചെയ്യാനും നാഷണൽ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യാനും ഈ ICCR എന്നുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഇന്ത്യന്റെ തനത് കലാരൂപങ്ങളും കൂടാതെ ഇന്ത്യയുടെ ഫെസ്റ്റിവൽസും അതുകൂടാതെ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്തുള്ള കുറച്ച് പൈതൃകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു കൾച്ചറൽ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് കൾച്ചറൽ സൊസൈറ്റി, അതായത് ഇന്ത്യൻ കൾച്ചർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അത് പരിമിതപ്പെട്ടു പോവാതെ നല്ല രീതിയിൽ ലോകത്തെമ്പാടും അത് പ്രസന്റ് ചെയ്യാൻ ഈ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്പെഷ്യലി ICCR ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. കൂടാതെ അതിൽ NRIന്റെ പാർട്ടിസിപ്പേഷനും വളരെ വലിയ രീതിയിലുണ്ട്. പിന്നെ പറയുന്നത് ഈ ICCR സ്കോളർഷിപ്പ്, അതായത് സ്കോളർഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം $US ആണ്, $4,000 ഒക്കെയാണ് ഓരോരോ വർഷവും കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് NRI സ്റ്റുഡൻസിനും അതേപോലെ PIOS സ്റ്റുഡൻസ് അവരുടെ പോസ്റ്റ് അണ്ടർ ഗ്രാജുവേഷന്റെ ഭാഗമായിട്ട് ഇതൊരു കോഴ്സസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഇതിൽ അടുത്തത് കൾച്ചറൽ എഡ്യൂക്കേഷൻ പോളിസീസിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് സഹകരിച്ച് ഒരുപാട് റൂട്ട് പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അതേപോലെ ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ഇക്കണോമി, ഇതിനെ പറ്റിയിട്ടൊക്കെ ഇന്ത്യന്റെ എല്ലാ ആസ്പെക്ട്സിനെ പറ്റിയിട്ടും അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ, അത് നോ ഇന്ത്യ പ്രോഗ്രാം എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു കൾച്ചറൽ പോളിസീസിലൂടെ അല്ലെങ്കിൽ കൾച്ചർ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കൾച്ചറൽ എഡ്യൂക്കേഷണൽ പോളിസീസിലൂടെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ പോളിസീസ്, അതായത് ഇന്ത്യൻ പോളിസീസ് അതിന്റെ ഒരു ടേബിൾ ആണ് നോക്കാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കാം. ഇന്ത്യൻ ഡയസ്പോറയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പോളിസി, അതായത് ഡയസ്പോറിക് എൻഗേജ്മെന്റ്, അതായത് ഫ്ലെക്സിബിൾ സിറ്റിസൺഷിപ്പ് ലോസും റെസിഡൻസ് ആൻഡ് വിസ റിക്വയർമെന്റ്സും. അപ്പൊ ഈ ഒരു ഫ്ലെക്സിബിൾ സിറ്റിസൺഷിപ്പ് ലോസ് നമുക്കറിയാം, ഈ ഡയസ്പോറ എൻഗേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഡയസ്പോറയില് പരിഗണിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് സിറ്റിസൺഷിപ്പ് ലോസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുകയും അതേപോലെ റെസിഡൻസി അതേപോലെ വിസ റിക്വയർമെന്റ്സിലൊക്കെ ചെറിയ ചെറിയ ഫ്ലെക്സിബിലിറ്റി മാറ്റങ്ങൾ, ഒരു റിജിഡ് ആയിട്ടുള്ള റൂൾസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാറ്റം വരുത്തിയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാഹചര്യത്തിൽ NRIസിന് അത് ഉപയോഗപ്പെടുത്താം. അപ്പോ ഇന്ത്യയുടെ ഒരു പ്രത്യേകത പറഞ്ഞാല് ഇന്ത്യ ഡസ് നോട്ട് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. പക്ഷെ എന്നിരുന്നാലും എന്ത് ചെയ്യാ, ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്നുള്ള രീതിയിലേക്ക്
പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിലും ഒരു ഇന്ത്യൻ ഒറിജിൻ അല്ലാത്ത, എസ്പെഷ്യലി ഇന്ത്യയിൽ ഒറിജിൻ ചെയ്തിട്ട് ഉള്ള പാരന്റ്സിന്, ബോൺ ചെയ്തിട്ടുള്ള മക്കൾക്ക് എന്താണ് ഒരു ലൈഫ് ടൈം വിസ എന്നുള്ളൊരു ഫ്രീ ട്രാവൽ, അതേപോലെ ഫുൾ റെസിഡൻസി, അതേപോലെ എംപ്ലോയ്മെന്റ് റൈറ്റ്സും, അതേപോലെ പിന്നെ ഒരു സിറ്റിസണിന് അവൈലബിൾ ആവുന്ന തരത്തിലുള്ള ലൈഫ് ടൈം വിസയും, അതേപോലെ ഫ്രീ ട്രാവലും, അതേ ഫുൾ റെസിഡൻസി എന്നുള്ള രീതിയിൽ പിന്നെ അവർക്ക് വേണ്ടിയുള്ള സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിന് കൊടുക്കുന്നില്ലെങ്കിലും കൂടി NRIക്ക് എന്താണ്, പാസ്പോർട്ട് ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക, വോട്ടിംഗ് റൈറ്റ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തത് സ്പെഷ്യൽ പ്രോപ്പർട്ടി റൈറ്റ്സിലൂടെ പിന്നെ അവർക്ക് എന്ത് ചെയ്യുക, പിന്നെ പ്രോപ്പർട്ടി, അതായത് ഇന്ത്യൻ പ്രോപ്പർട്ടി, അതായത് പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഫാം അല്ലാത്ത രീതിയിൽ ഹോൾഡിങ് നടത്താം. ടാക്സ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ഏകദേശം ഒരു പിന്നെ പെർട്ടിക്കുലർ ആയിട്ട് ഒരു പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, കുറഞ്ഞ രീതിയിലുള്ള ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ പിന്നെ ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് ഈ NRIസിന് അല്ലെങ്കിൽ PIOSന് ഈ ഒരു പിന്നെ ടാക്സ് ഇൻസെന്റീവ്സ് എന്താണ്, ടാക്സ് എക്സംഷൻസ് ഉണ്ട്. ചില കാര്യങ്ങളിലെല്ലാം എന്താണ്, ടാക്സ് റിഡക്ഷൻ വരുന്നുണ്ട്. ടാക്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ NRIസിന്റെ ഡെപ്പോസിറ്റ്സിനൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അവരുടെ ഡെപ്പോസിറ്റിന് അവർക്ക് ടാക്സ് കൊടുക്കേണ്ട പ്രശ്നമില്ല. പിന്നെ ഓവർസീസ് പിന്നെ ഇന്ത്യൻസിന് പിന്നെ ഓവർസീസ് ഇന്ത്യൻസിന് പിന്നെ ഫണ്ട് പിന്നെ ഈ ടാക്സിന്റെ ടാക്സിൽ നിന്ന് എക്സംഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ പിന്നെ ഫണ്ട് മറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ പോർട്ടബിൾ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെന്റ് പ്രകാരം പെൻഷൻ, അതേപോലെ മറ്റുള്ള പെൻഷനും, അതേപോലെ പിന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളും പ്രൊഫഷണൽസിനും, പിന്നെ ഓവർസീസിൽ വർക്ക് ചെയ്യുന്ന പിന്നെ അതർ പ്രൊഫഷണൽസിനും അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ ഇവരുടെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഒരു NRIസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ജനറൽ ലോയിൽ അടുത്ത് വരുന്നത് പിന്നെ ഇന്ത്യൻ ഡയസ്പോറ പലതരത്തിലുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതേപോലെ ഓവർസീസ് സിറ്റിസൺസ്, അതായത് ഓവർസീസ് സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സും, അതേപോലെ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അതേപോലെ NRIസിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ്, അതായത് അവരുടെ എംപ്ലോയ്മെന്റ് എൻകറേജ് ചെയ്യപ്പെടാനും, കൂടാതെ അവരുടെ പിന്നെ അവർക്ക് അനുവദിച്ച അവരുടെ റൂൾസ് എസ്പെഷ്യലി ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, ഇവർക്ക് വേണ്ടിയുള്ള റൂൾസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇവരുടെ പിന്നെ റൂൾസിന് എന്താണ് അമെന്റ്മെന്റ് വരുന്ന കാര്യങ്ങളായാലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഡയസ്പോറയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ബെനിഫിറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത് ഈ NRIസിന്റെ എക്കണോമിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് തന്നെയാണ്. ഇനി അടുത്തത് ഡയസ്പോറ പോളിസീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഇന്ത്യ. ഈ ഡയസ്പോറ പോളിസീസുമായിട്ടുള്ള വേരിയസ് എന്താണ് വെൽഫെയർ ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ പോളിസീസ് ആണ് ഓവർസീസിലുള്ള ഇന്ത്യൻസിന് വേണ്ടിയിട്ട്. അതില് മഹാത്മാഗാന്ധി പ്രവാസി സുരക്ഷാ യോജന, ഈ യോജനകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കട്ടെ. എക്സാമിന് ചിലപ്പോൾ ഈ വെൽഫെയർ ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ പോളിസീസ് എഴുതാനുണ്ടാവും. ഇതില് ശ്രദ്ധിക്കേണ്ടത് വെൽഫെയർ ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ പോളിസീസിൽ ഫസ്റ്റ് പറയുന്നത് മഹാത്മാഗാന്ധി പ്രവാസി സുരക്ഷാ യോജന. അപ്പൊ ഇതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കണം. ഈ മഹാത്മാഗാന്ധി പ്രവാസി സുരക്ഷാ യോജന പെൻഷൻ സ്കീം എന്താണ് NRIസിന് വേണ്ടിയുള്ളത്. അടുത്തത് പ്രവാസി ഭാരതീയ ബീമാ യോജന. ഈ പ്രവാസി ഭാരതീയ ബീമാ യോജന പിന്നെ NRIക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് പിന്നെ അവരുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ലാസ്റ്റ് വൺ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട്. ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് നമുക്കറിയാം ഏകദേശം ഒരു 2009 ഫോം ചെയ്തിട്ടുള്ളത്. 2009 ഫോം ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഈ ഒരു ഇന്ത്യൻ നാഷണൽ ഈ ഒരു സ്ഥാപനം അല്ല, ഈ ഒരു ഫണ്ട് സ്കീം, ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇന്ത്യൻ നാഷണൽസ് എബ്രോഡ് ഉള്ളവരെ അവരുടെ പിന്നെ ഡിസ്ട്രസിന്റെ അതേപോലെ അവരുടെ ബുദ്ധിമുട്ടിന്റെ സമയത്ത് ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്കീമായിരുന്നു ഈ ICW, അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട്. അപ്പൊ ഈ ഒരു ഇതിന്റെ ബെനിഫിഷ്യറീസ് പറഞ്ഞാൽ എന്താണ്, അവര് തിരിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട. അതാണ് പ്രത്യേകത. അതായത് എബ്രോഡില് പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ മിസറീസ് അല്ലെങ്കിൽ അവരുടെ അവരുടെ ഡിസ്ട്രസിന്റെ സമയത്ത് അവർക്ക് ഫണ്ട് ഗവൺമെന്റ് അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഫണ്ടാണ് ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട്. അപ്പൊ അവര് റീപേ ചെയ്യേണ്ട, അതൊരു ലീഗലായിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് കേട്ടോ. പിന്നെ ലീഗലായിട്ട് ഇതില് ഇന്ത്യൻ വിമനെ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ NRI, പിന്നെ ഫോറിൻ സ്പൗസ് ഉള്ളവർക്ക്, PIO ഉള്ളവർക്ക്, അതേപോലെ എമർജൻസി മെഡിക്കൽ കെയർ, ആക്സിഡൻസ്, അതേപോലെ ഇഞ്ചുറീസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫണ്ട് അവൈലബിൾ ആവുന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു? അല്ല, സെക്കൻഡ്, രണ്ടാമത് പ്രവാസി ഭാരതീയ. പിന്നെ ഈ മഹാത്മാഗാന്ധി പ്രവാസി സുരക്ഷാ യോജന, ഈ മഹാത്മാഗാന്ധി സുരക്ഷാ യോജന പിന്നീട് നമ്മൾ എന്താണ് അതിന്റെ ഒരു ഈ ഒരു സ്കീമിന്റെ ചില കാര്യങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ പ്രവാസി ഭാരതീയ ബീമാ യോജന ഒന്ന് ഇമ്പോർട്ടന്റ് ആയി നോക്കാനുള്ളത്. പിന്നെ ICWF ആണ് ഇതിലൊരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ഈ ICWF നമുക്കറിയാം, പിന്നെ ആക്സിഡൻസിനും അതേപോലെ ഡെസേർട്ടഡ് ആയിട്ടുള്ള, അതായത് ചിലരെ ഉപേക്ഷിച്ച് പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടും ഒക്കെ എന്താണ് അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഓവർസീസ് ഇന്ത്യൻ വർക്കേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഈ ICWF എന്ന് പറയുന്നത്. കൂടാതെ കോൺസുലേറ്റ്സിൽ നിന്നും ട്രാൻസ്പോർട്ടേഷൻ, മറ്റുള്ള പല ആവശ്യങ്ങൾക്കും, അതേപോലെ എന്തെങ്കിലും ഡിസീസ്ഡ് ഇന്ത്യൻ നാഷണലിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഫണ്ട് അലൗ ചെയ്യുന്നത് ഈ ഒരു വെൽഫെയർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിലൂടെയാണ്. കൂടാതെ പ്രവാസി ഭാരതീയ ബീമാ യോജന, പ്രവാസി ഭാരതീയ ബീമാ യോജന എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് പ്രവാസി ഭാരതീയ ബീമാ യോജന. ഇതെന്താണ്, ഇന്ത്യൻ എമിഗ്രന്റ് വർക്കേഴ്സിന് പിന്നെ അവര് വിദേശത്ത് പോകുമ്പോൾ ഓവർസീസ് എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് സ്കീം കമ്പൽസറിലി അവര് ഫോളോ ചെയ്യേണ്ടത്. അതായത് എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് കാറ്റഗറി, അതായത് എമിഗ്രേഷന്റെ എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ് എത്തുന്ന ഓവർസീസ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ECR കൺട്രീസ് എന്ന് പറയും, അതായത് എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാല് ഇൻഷുറൻസ് മാൻഡേറ്ററി ആയി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ റിസ്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നതാണ്. കൂടാതെ പിന്നെ ഒരു 18 ECR രാജ്യങ്ങളുണ്ട്, അതായത് ഇമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് കാറ്റഗറി, എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് എമിഗ്രേഷന്റെ എല്ലാ ക്ലിയറൻസും പിന്നെ ഒരു പിന്നെ ഇൻഷുറൻസ് അപ്ലിക്കബിൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ, ബഹ്റൈൻ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, ദെൻ സൗദി അറേബ്യ, കുവൈത്ത്, ലെബനൻ, ലിബിയ, മലേഷ്യ, ഒമാൻ, ഖത്തർ, സൗത്ത് സുഡാൻ, അതേപോലെ സിറിയ, തായ്ലൻഡ്, UAE, യമൻ, ഇതൊക്കെ എന്താണ്, അതേപോലെ ഈ ഒരു രാജ്യങ്ങള് സെക്യൂരിറ്റി സ്കീമിൽ ഉൾപ്പെട്ടിരുന്നു. പിന്നെ ചിലത് അന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു പോയിട്ട് സെക്യൂരിറ്റി സിറ്റുവേഷൻ പ്രകാരം അതിനൊരു യൂസ്ഫുൾ അല്ലാതെ ലിബിയയും സുഡാനും ഒക്കെ എന്തായാലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ലിബിയ, സുഡാന്, സിറിയ, യമൻ. അപ്പൊ ഈ സ്കീം 2008 പിന്നെ നമ്മൾ എന്ത് ചെയ്തത്, അമെന്റ്മെന്റ് ചെയ്യപ്പെട്ടത്. സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2003 അമെന്റ്മെന്റ് വന്നത് 2006, 2008, 2017. അതായത് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് മാറ്റിയിട്ട് എന്താണ് എല്ലാ എമിഗ്രന്റ് വർക്കേഴ്സിലേക്ക് എത്തുന്ന രീതി അവരുടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവാസി ഭാരതീയ ബീമാ യോജന യൂസ്ഫുൾ ആയിട്ട് പിന്നെ മൈഗ്രൻസ്, അതായത് ഓവർസീസ് ഇന്ത്യൻസ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ് കിട്ടുന്നത്. കൂടാതെ റീജിയണൽ ലെവലിൽ നമുക്ക് അറിയാം, കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ഉണ്ട്. കേരള
കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ഉണ്ട്. ഇത് നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് 2008 പ്രകാരം ഫോം ചെയ്തിട്ടതാണ്. നോൺ റെസിഡന്റ് കേരളൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെൻഷൻ സ്കീം, പല വിധത്തിലുള്ള പെൻഷൻ സ്കീം നോൺ റെസിഡന്റ് കേരളൈറ്റ് വെൽഫെയർ ഫണ്ട് ആക്ട് 2008 പ്രകാരം ഫോം ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ ഹെൽത്ത് കെയർ, പെൻഷൻ, ഫാമിലി റിലേറ്റഡ് ബെനിഫിറ്റ്സ്, കൂടാതെ അൺഎംപ്ലോയ്മെന്റ്, ഈ ഒരു ഇഷ്യൂസുമായി ബന്ധപ്പെട്ട പോളിസീസും പ്രോഗ്രാംസും ഒക്കെ, പിന്നെ അതേപോലെ എക്കണോമിക് റിസോഴ്സസ്, അതിന്റെ പിന്നെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പ്രവാസി ഭാരതീയ ബീമാ യോജന റീജിയണൽ, അതായത് കേരളത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ.